ആ ചരക്കെല്ലാം കണ്ണൂർ കയറ്റിവിട്. ഇതോടെ കാണിക്കണേ. പൊന്നുമോളെ, ഞാൻ ഇറങ്ങുമ്പോ എന്റെ നടുവിനിട്ട് ചവിട്ടിയ ഞാൻ ഇവനെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു വളർത്തി. അതല്ലേ ഇങ്ങനെ കാണിക്കണേ. നാട്ടുകാരി എന്റെ പൊന്നുമോളെ 2 വിളിച്ചോണ്ട് അകത്തോട്ട് പോവൂ. നാട്ടുകാരെ കാണിക്കണ്ട. എന്നെ പറഞ്ഞാലേ ഞാൻ സഹിക്കൂല. എന്റെ അപ്പനെ എന്തുകൊണ്ട് പറഞ്ഞോ? കണ്ടോടാ മോനെ, നല്ല തന്ത, അതിനേക്കാൾ ബെസ്റ്റ് മോൻ. വാ കേറി വാ, ബാക്കി ഭാഗം കൂടെ കാണാം. അലൻ ഇങ്ങ വാടാ മോനെ. നിന്റെ അമ്മാച്ചനാടാ. കണ്ടില്ലേ പുള്ളാരെ വളർത്തി വെച്ചിരിക്കണത്? യാതൊരു ഡീസൻസി ഇല്ല. ഡീസന്റ് ഇല്ലാത്ത ആളുകളുമായിട്ട് സംസാരിക്കണ്ട. ഡീസന്റ്? അയ്യോ പിന്നെ ഡീസന്റ് ഞങ്ങൾ കണ്ടതല്ലേ. ഞങ്ങള് കുടുംബക്കാർ തമ്മിൽ പാലോതും ചെയ്യും. അപ്പനും മോനും ആകുമ്പോ ഇതൊക്കെ അപ്പനും മോനും ആണെങ്കിൽ അപ്പന്റെ കർണക്കുട്ടിക്ക് തന്നെ മോൻ ചവിട്ടണം. പിന്നെയും തുടങ്ങിയോ അപ്പാ? എന്റെ പൊന്നുമോളെ, ഞാൻ നിന്റെ സ്വന്തം അപ്പൻ, ഇത് നിന്റെ സഹോദരനല്ലേ? പിന്നല്ലാതെ. പിന്നെന്താ ഈ അമ്മായി ഇപ്പൊ ഇങ്ങനെ കാണിക്കണേ? വിട്ടാളാ അപ്പാ. എന്റെ പൊന്നുമോള് പറഞ്ഞോണ്ട് ഞാൻ വിട്ടു. നീ കുടിച്ചോടാ. ഇതെന്താ ചെവിയുടെ ശബ്ദം? മോളെ, ഇവർക്ക് എന്തിനാ ജ്യൂസ് കൊടുത്തത്? ചായ കൊടുത്താ പോരായിരുന്നു? ജ്യൂസ് കുടിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് കുടിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അയ്യടാ നീ തട്ടിക്കളാ. ദേ മോളെ, ഞാൻ നിർത്തി. മോളെ, ഇത് നിന്റെ ചേട്ടൻ തന്നെയല്ലേ? കല്യാണത്തിന്റെ അന്ന് ഞാനിവനെ കണ്ടതാ. അതിനുശേഷം ഇന്നാ കാണുന്നത്. ഇവൻ ബാംഗ്ലൂരിൽ നിന്നാ പഠിച്ചത്. എന്തെടുക്കുന്നു? ഇവ CA കഴിഞ്ഞു. അയ്യോ എന്റെ കർത്താവ്, എന്തോടെ ഇത്? അപ്പൊ ഇനി അടുത്ത DYSP ആയിരിക്കും അല്ലേ? എനിക്ക് ഈ പോലീസുകാരോട് ഭയങ്കര ബഹുമാനമാ. ഇവ പോലീസല്ല, CA. വെറുതെ ഒരു സല്യൂട്ട് വേസ്റ്റ് ആയി പോയി. നിങ്ങൾ അല്ലേലും വേസ്റ്റ്. അല്ലെങ്കിൽ തന്നെ ഇവൻ വേസ്റ്റ് അല്ലേ? മോളെ, നമ്മുടെ അലക്സ് എവിടെ പോയി? ഇപ്പോഴെങ്കിലും പപ്പയെ കുറിച്ച് ചോദിച്ചല്ലോ. നീർക്കോലി തലപ്പൊക്കി തുടങ്ങി. അലുവേട്ടൻ ഒരു ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് പോയിരിക്കുക. എന്താ പേര് പറഞ്ഞേ? പേര് പറഞ്ഞില്ല. എന്നാ ഇനി പറയണ്ട. എന്റെ മോളുടെ കാര്യത്തെ പറ്റി അലക്സിനോട് നേരിട്ട് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. ഇപ്പൊ ഏതായാലും അപ്പനോട് തന്നെ സംസാരിക്കാം. നിങ്ങളുടെ മകൻ അലക്സ് എന്റെ മകളെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കാണെന്ന് പറഞ്ഞ് ഇവൾ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇവളാരുടെ അടിമയൊന്നല്ല. ഈ ഇഞ്ചക്കാടൻ ഔസേപ്പ് അവളെ നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്ത് എന്നെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് അറിയോ? അല്ലാതെ വെറും കൈയോടെ ഒന്നല്ല ഇങ്ങോട്ട് വിട്ടത്, അല്ലേ മോനെ? അതെ. ഇനി അളിയനോട് തന്നെ നേരിട്ട് പറഞ്ഞാ. ഞാൻ നിങ്ങളെ കാണാനിരിക്കായിരുന്നു. അല്ലളിയാ, എന്റെ പെങ്ങൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഇവിടെ? നിങ്ങളുടെ മോളെ ആര് പീഡിപ്പിച്ചെന്നായി പറയുന്ന? നിങ്ങളെ മോൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്നറിയോ? എപ്പം നോക്കിയാലും വാട്സപ്പ് കാണല. മോന്റെ കാര്യം പോലെ നോക്കുന്നത് ഞാനാ. അല്ലെ ചോദിച്ചു നോക്ക്. സൈലന്റ് ആയിരുന്നു. ഒരുപാട് വന്ന് നടക്കുന്നു. അളിയ, ഒരു സൂപ്പർ വീഡിയോ. പാപ്പാനെ ആന ചവിട്ടി കൊല്ലുന്നു. എന്റെ കർത്താവേ, എല്ലാത്തിനും അതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ, നിനക്കിപ്പൊ കിട്ടണുള്ളൂ. അതല്ല ഇത് നല്ല ഒന്നാം തരം തലയെടുപ്പുള്ള നമ്മുടെ കഞ്ഞിക്കോട് പീതാംബരൻ ഒന്നാം പാപ്പനെ നടു റോഡിലിട്ട് ഇടിച്ച് പിടിച്ച് ചതച്ച് എരിച്ച് ഇങ്ങനെ എന്റെ നെഞ്ചുകൂട് കലക്കൂലോ. ഇങ്ങോട്ട് കാട്ടെ നോക്കട്ടെ. അയ്യോ എടാ, അത് ഗംഭീരം. എടാ, അത് ഗംഭീരായിരിക്കണം കേട്ടോ. അയ്യോ അയ്യോ അയ്യോ, ഇത് അതിൽ ഗംഭീരല്ലോടാ. അയ്യോ ഗംഭീരം. ഇങ്ങോട്ട് അടിപൊളി ആളിയാ, സൂപ്പർ. എല്ലാവരും കഴിച്ചോ. എന്റെ മോളെ, എന്റെ കർത്താവേ, അവിടുന്ന് മോക്ക് എന്നാ പറ്റിയ മോളെ? മോളെ ആരെ പീഡിപ്പിച്ചേ? എനിക്കറിയില്ല. പറ മോളെ, നിനക്ക് എന്നാ വിളിച്ചു പറഞ്ഞ? ഞാനൊന്നും വിളിച്ചില്ല. ഒന്നും പറ്റിയില്ല അമ്മച്ചി.
എന്താ പറ്റിയ നിനക്ക്? വല്ല കാര്യം ഒരു കാര്യമില്ല. ഏടി പൊന്നാര ഭാര്യയെ, നിനക്ക് ഷുഗറും കൊളസ്ട്രോളും ബി പി ഒക്കെ ഉള്ളതല്ലേ? നിന്നെങ്ങനെ എത്ര ദൂരം ഞാൻ കെട്ടിയെടുത്തോണ്ട് പിന്നല്ലാതെ. വരുന്നേ? നിങ്ങൾ മിണ്ടരുത്. സ്വന്തം മോളെ എവിടെയിട്ട് പീഡിപ്പിക്കുന്ന അറിഞ്ഞ ഏതൊരു അമ്മയാ സഹിക്കുന്നത്? അപ്പൊ തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. 2500 രൂപയായി ഓട്ടോ കൂലി, അറിയാമോ? എന്റെ കർത്താവേ, ഒരു 2500 രൂപയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പുത്തൻ ഒരെണ്ണം മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോരായിരുന്നു. എന്റെ മോക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എനിക്ക് ഒന്നും പറ്റിയില്ല അമ്മച്ചി. അമ്മച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? എടി, ഓഹ്, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേ വെറുതെ സീനാക്കല്ലേ അമ്മേ. ഒന്ന് പോടാ നീ. അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടേ? അലക്സ, നീ നല്ലവനാന്ന് ഓർത്തിട്ടാ ഞാൻ എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നത്. എന്നിട്ട് എന്തിനാ വെറുതെ അവളെ എങ്ങനെയിട്ട് പീഡിപ്പിക്കുന്നത്? നിങ്ങളുടെ മോളെ ആര് പീഡിപ്പിച്ചെന്ന് നിങ്ങൾ പറയുന്ന? നിങ്ങളുടെ മോൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന എന്താണെന്നറിയോ? എപ്പം നോക്കിയാലും വാട്സപ്പ് കാണില്ല. ഓ, അയ്യോ എന്റെ കർത്താവേ, ഞാൻ മറന്നു. അമ്മ എടുത്തു. ദേ അമ്മച്ചിയും തുടങ്ങി. കൊള്ളാലോ ഈ സീൻ. എന്റെ കർത്താവേ, ഈ ഉണക്കമടലിനും വാട്സാപ്പോ. അലീന ഇവരോട് പോകാൻ പറ. ഇറങ്ങി പോകാൻ പറ. ഇറങ്ങി പോവാൻ.